നല്ലോണം ചവിട്ടിയ ഭർത്ത അപ്പോൾ ഒരു ജോഗിങ് കൂടെ ആവും ചെയ്യും. പിന്നെ നല്ലോണം ചവിട്ടിയ ഭർത്തിയാൽ പെട്ടെന്ന് റെഡിയാവും. ഇതാണ് നമ്മളെ യന്ത്രട്ടാ. ഹായ്, എന്താ പാട്? നിങ്ങൾ വിചാരിക്കും കമ്പിപ്പാറയിട്ടൊക്കെ എന്തൊക്കെ നിൽക്കുന്നത്. ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടതാണ്. അപ്പോൾ കമ്പോസ്റ്റ് ആയിക്കണമെന്ന് നോക്കണ്ടേ. ഇത് 3ാമത്തെ സെഷനാണ് കേട്ടോ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത്. ഇലകളായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കൽ. ആ കമ്പോസ്റ്റ് ഇല്ലാണ് പച്ചക്കറി തൈ നടൽ. അപ്പോൾ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നടാണ്ട്, തക്കാളി തൈ നടാണ്ട്. അപ്പോൾ മണ്ണ് എടുക്കലില്ല, അതായിട്ടാണ് എന്തെങ്കിലും നേരിട്ട് നടലാണ്. അപ്പോൾ അത് ഏകദേശം മണ്ണായിട്ടുണ്ടാവും എന്നാണ് ഒരു ധാരണ എന്തായാലും. അപ്പോൾ ഒന്ന് തുറന്നു നോക്കല്ലേ നമുക്ക്. സ്ലാബിട്ട് മൂടിയതാണ്. അപ്പോൾ സ്ലാബൊക്കെ നോക്കിയപ്പോൾ ഇതിന് ഇടങ്ങാറായിട്ടാ. സ്ലാബൊക്കെ ഉണ്ട് നീക്കണ്ട. മണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മണ്ണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മണ്ണായിട്ടുണ്ട്. ഇതാ കഴിഞ്ഞ പ്രാവശ്യമുള്ള ഇലൊക്കെ കൊടുത്തതാണ്. ഇതാ മണ്ണായിട്ടുണ്ട്. ഇതിലുണ്ട് നടാം. കേബേജ് കോളിഫ്ലവറൊക്കെ ഇതിൽ നടാ. ഇതാ മണ്ണുണ്ടാ കംപ്ലീറ്റ് ഇലയും പുല്ലൊക്കെ കൂടെ ഇട്ടിട്ട് തൂർത്തതാണ്. നല്ല ചവിട്ടി അമർത്തിയിട്ട് തൂർത്തതാണ്. അപ്പോൾ അതുകൊണ്ടല്ലേ മണ്ണായിട്ടുണ്ട്, ഫുള്ള് മണ്ണായിട്ടുണ്ട്. അപ്പം ഈ മണ്ണ് ഇതിൽ കവറിൽ നേരിട്ടിട്ട് അതിൽ തൈ നടുക. അപ്പോൾ കവറിൽ നേരിട്ട് നടുമ്പോൾ ചീമകൊന്നൻ്റെ ഇലയും ആര്യപ്പിൻ്റെ ഇലയും കൂടെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ പ്രതിരോധ ശക്തിയൊക്കെ കൂടും. വെക്കുന്ന തൈകൾക്ക് നമ്മൾ വെപ്പുമണ്ണാക്കിടുന്നതിന് പകരം ആര്യപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. അപ്പോൾ അത് സൂപ്പർ വിജയമാണ്. ഇതിപ്പോൾ കംപ്ലീറ്റിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇതിലിഞ്ഞ് വീണ്ടും നിറയ്ക്കിപ്പോൾ ഇന്ന് തന്നെ നിറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, സമയം കിട്ടിയാൽ. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ കാണാം എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് രണ്ടാമത് രീതിയിൽ നിറച്ചിടണം. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ 2.5-3 മാസം ആകുമ്പോഴത്തേന് വീണ്ടും ഇതേ മരത്തിൽ മണ്ണ് കിട്ടും. അപ്പോൾ എന്താ ചെയ്യുക, ഇതിങ്ങനെ റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് വേറെ തൈകൾ നടാലോ. ആ നടാൻ ഇപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടാൽ മണ്ണ് വേറെ പുറത്തുനിന്ന് ഇറക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഇലയിൽ കണ്ടില്ല ഇല കണ്ടില്ല, പറമ്പിലൊക്കെ കിടക്കുന്ന ഇലകളൊക്കെ അതൊക്കെ അടിച്ചു കൂട്ടി ചാക്കിലാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ കൊടുന്ന് നിറയ്ക്കുക. എന്നിട്ട് വീണ്ടും മണ്ണുണ്ടാക്കുക. അങ്ങനെ പറമ്പിലുള്ള സാധനം കണ്ടന്നെ മണ്ണുണ്ടാക്കണം നമ്മൾ ചെയ്തിട്ടാണ്. അല്ലാതെ വളം പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. തൈ മേടിക്കും, നമുക്കൊരു മാസം കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല തൈകളും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളിത് ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ എങ്ങനെയാണ് രണ്ടാമത് ഇത് ഉണ്ടാക്കണമെന്നുള്ളത്, എങ്ങനെ ഇത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് കാണാം. എല്ലാം പോലെ പറഞ്ഞ് മനസ്സിലാക്കി തരില്ലേ. അപ്പോൾ അതേമാതിരി ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കാണാൻ ഇത് പച്ചക്കറി തൈ മേടിക്കും, ഒരാപ്പയ്ക്ക് മണ്ണടിക്കും. അതിന് 750 ഉറുപ്പിക കൊടുക്കണം ഒരാപ്പ ചരലിന്. എന്ത് കാര്യമുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള പരിസരങ്ങൾ വൃത്തിയാവുകയും ചെയ്യും. ഒരു ഇതേമാതിരി ചെറിയൊരു കമ്പോസ്റ്റ്, ഈ കമ്പോസ്റ്റിൻ്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ ഇത്ര ചെറിയൊരു കമ്പോസ്റ്റ്. അപ്പോൾ നമ്മളെ ആവശ്യത്തിനുള്ള കമ്പോസ്റ്റ് വളവും മണ്ണും ഒക്കെ കൂടെ ഇവിടെ തന്നെ കിട്ടും. പിന്നെ ഇതിനെ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്, സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതേമാതിരി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% ഇളവ്. നല്ല ജൈവ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ജൈവ പച്ചക്കറി തന്നെ കിട്ടും. ചിലൊരു ജൈവ പച്ചക്കറി എന്ന് പറയുമ്പോൾ പറച്ചിലിൽ മാത്രമേ ജൈവ പച്ചക്കറി ഉണ്ടാവുള്ളൂ, പ്രവൃത്തിയിൽ കാണില്ല. കാരണം പുറത്തുനിന്ന് മേടിച്ചിട്ട് ജൈവവളം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജൈവവളം ആവണമെന്നില്ല. ഓക്കെ, എനിക്ക് കുറേ അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് വളമൊക്കെ മേടിക്കുന്നത് നിർത്തിയത്. അപ്പോൾ നമ്മളെ പറമ്പിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ജൈവവളം ഉണ്ടാക്കുക. സിമ്പിൾ മെത്തേഡുകളല്ലേ. പല അടുക്കളയിലെ വേസ്റ്റേറ്റ് വളം ഉണ്ടാക്കുക, ഇലകളേറ്റ് വളം ഉണ്ടാക്കുക. പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് ഓരോ സാധനങ്ങൾ, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്താൽ മതി. പിന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ള കാര്യങ്ങൾക്ക് നീങ്ങണ്ടുള്ളൂ. നമ്മൾ വീട്ടുകൾക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരത്തെ ഓരോ സെറ്റപ്പ് ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ നിന്നാൽ നിങ്ങൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ധൃതിക്കാരല്ല, എല്ലാവർക്കും പല പരിപാടികളാണ്. അപ്പം സമയമില്ല, തിന്നാനടക്കുമ്പോൾ സമയമില്ല. അപ്പോൾ ആ സമയത്ത് ഞാനും കൂടെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ
ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇത് ഉണ്ടാക്കിയത് അർബാനയ്ക്ക് ഇടണം. ഇല്ല, നന്നായി മാറിയത്. ഇതാണ് നമ്മളെ യന്ത്രം കേട്ടോ. മണ്ണേ ഇല വളാക്കണ യന്ത്രമാണിത്. ഉണ്ടാ ഒരു പണി എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഉണ്ടാ. മണ്ണിര കമ്പോസ്റ്റ് ഇത് ആഫ്രിക്കൻ മണ്ണിരുണ്ട്. അത് ഒരു ആഫ്രിക്കൻ മണ്ണിര ബംഗാളികളെ മാതിരി പണിയെടുക്കുന്നതായിരുന്നു. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അതാണ് ആഫ്രിക്കൻ മണ്ണിരനെ ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരേ പണി സ്പീഡാണ്. അപ്പോൾ അതാണ് ഇത് നമ്മൾ നാടൻ മണ്ണിര കേട്ടോ. അവർക്കും പണി വേണ്ട ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ് പണിയെടുത്തോളാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ ഒരാപ്പ സാധനമായിപ്പോൾ. അർബനല്ല അതാ ഇനി താഴെഞ്ഞുണ്ട് കുത്തിരിക്കാൻ. ഏതായിട്ടാ വേണ്ടാ കുഴി കണ്ടില്ലേ പാലിയായില്ലേ. അടുത്തതിനുള്ള റെഡി ആയിക്കും കേട്ടോ. അത്ര സാധനം കിട്ടിപ്പോൾ. ഇത്ര സാധനമേ കിട്ടിയിട്ടില്ല. ഇതാപ്പം ഉണ്ടാവില്ലേ. അപ്പോൾ ഒരാപ്പം മണ്ണ് കിട്ടി. വേസ്റ്റ് അല്ലാണ്ട് ഒരാപ്പം മണ്ണിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ഇത് നിറയ്ക്കണത് കാണിച്ചു തരണ്ട കേട്ടോ എങ്ങനെയാണെന്ന്. ഓക്കെ, ഇത് 2 മണ്ണ് നട്ടാൽ ഇത് തൈകൾ നട്ടാൽ മതി. തൈകൾ നട്ടാൽ ഇങ്ങനെ താഴ്ച വളരും. ഓക്കെ, അപ്പോൾ നിറയ്ക്കാൻ പോകണം കേട്ടോ. രണ്ടാമത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതേമാതിരി ജൈവവളം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് ആദ്യത്തെ എടുക്കലാണ് കേട്ടോ. ഇത് മഴ മുന്നേ ഇട്ടതാണ് ഉണ്ടാ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് റെഡിയാക്കുകയാണ്. ഇതാ കത്തറുകളൊക്കെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്. എല്ലാം ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. കിട്ടുമ്പോൾ ചാക്കിലാക്കി വെക്കണം. എന്താ ഇത് കൊഴിച്ചിട്ട വേസ്റ്റ് ഒക്കെ നിറച്ചിട്ടുണ്ട്. ഇത് പുല്ലൂട്ടി ഇത് ആടുംകൂട്ടിലത്തെ വേസ്റ്റ് അങ്ങനെ ഓരോരോ ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് പണിക്ക് എളുപ്പമുണ്ടാവുമല്ലോ. ആ സമയത്ത് ഇങ്ങനെ നടക്കണ്ട. അപ്പോൾ തെങ്ങിൻ്റെ അടുത്തിൽ കുറച്ചുണ്ട്, അത് ആദ്യം കൊണ്ട് തട്ടാം. ഓക്കെ, ശരി. പ്ലാസ്റ്റിക് അല്ലാത്ത എല്ലാ വേസ്റ്റും ഇല്ല. മടല്, തേങ്ങര, ചകിരിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ സമയം പിടിക്കും ഒന്ന് റെഡിയാവാൻ. ഇലവളങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഒരു 3 മാസം 2.5 മാസം കൊണ്ട് പരിപാടി വരും. ഇതൊക്കെ ഇപ്പോൾ വേഗമാവും. കാരണം എനിക്ക് വേഗം സാധനം വേണം. അപ്പോൾ ഉള്ളൂട്ടിലത്തെ വൈക്കോലും വേസ്റ്റുകളൊക്കെയാണ്. ചാണകമൊക്കെ ഉണ്ടാവും അതിൽ. ചാണകവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ ഇലകൾ അരിയില ചാക്കിൽ നിറച്ചതാണ്. ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിരിക്കും. എന്താ ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിരിക്കും. ചാക്കിൽ നിറച്ചിട്ട് വേഗം റെഡിയാവും. നമുക്ക് കൂട്ട് റെഡിയാക്കാം. അടുത്ത കൂട്ടിൽ ഇതേ ചാണകവെള്ളം കണ്ടാ. ഇതെന്ത് ചെയ്യുക, ഉള്ളവർ ചെയ്താൽ മതി. ചാണകം ഉള്ളവർ ചെയ്താൽ മതി. ആട്ടിൻ കാഷ്ടം ഉള്ളവർ ചെയ്യുക. എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ കഴിച്ചു. ഇത് ആട്ടുകാട്ടട്ടാ. ആട്ടുകാട്ടം കുറച്ച്
ഒരു സെറ്റ് റെഡി ആക്കുക. നമുക്ക് ആടും പശുവൊക്കെ ഉണ്ടായതുകൊണ്ടേ പുറത്തുനിന്ന് വളങ്ങളൊന്നും മേടിച്ചുണ്ടാക്കില്ല. അതേമാതിരി അത് ഉണ്ടാക്കിയാൽ മതി. ഒക്കെ മണ്ണിരനെ കൊണ്ട് ഉണ്ടാക്കിക്കുക. നമ്മൾ വയറെ കൊണ്ടും പണിയെടുക്കും. ചവിട്ടിയല്ല മറക്കുക. കുറച്ച് ക്ലിയർ വെച്ച് കൊടുക്കാം. ചാണകത്തിൻ്റെ അലക്കിയത് നല്ലോണം ചവിട്ടി അമർത്തുക. അപ്പോൾ ഒരു ജോഗിങ് കൂടെ ആവും ചെയ്യും. പിന്നെ നല്ലോണം ചവിട്ടി അമർത്തിയാൽ പെട്ടെന്ന് റെഡിയാവും. ആ ഫുള്ള് പാക്കായിട്ടുണ്ട്. ഒരു വർക്ക് തുടങ്ങിക്കോളും. നനവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാണകവെള്ളം വെച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് കിടക്കുമ്പോഴേ വേഗം പുഴുങ്ങി സെറ്റായിട്ട് വേഗം ദ്രവിക്കും ചെയ്യും. പിന്നെ മണ്ണിര വന്നിട്ട് പരിപാടി തുടങ്ങും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ലാബ് നീക്കിയിട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഒടുവിൽ മൽപ്പിടുത്തത്തോടെ കാര്യം കഴിഞ്ഞിരിക്കണം. സെറ്റായിക്കണം കേട്ടോ. നമുക്ക് 3.5 മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാം. അപ്പോൾ അടുത്ത ജൈവവളം റെഡി ആക്കി. അപ്പോൾ അടുത്ത ഇതൊക്കെ കഴിയുമ്പോൾ അടുത്ത സെറ്റ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിലേക്ക് ഈ മണ്ണ് ഉപയോഗിക്കാം. എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഇതേമാതിരിയൊക്കെ ചെയ്ത് വെക്കുക. ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഇതേമാതിരി പൊടിയാവും, വില പൊടിയാവും. അങ്ങനെ ഉണ്ടാക്കുക. അതൊക്കെ പൊടി വളമായിട്ട് മാറും. അതിൽ മണ്ണ് കുറവാകും. കാരണം മണ്ണിര കുറവാകുമല്ലേ. അത് പൊടി ഇല മാത്രം പൊടിഞ്ഞിട്ട് വരും. അപ്പോൾ അത് ചെയ്തിട്ട് അതിലിട്ടിട്ട് സാധനം ഉണ്ടാക്കുക. അതിലും വേരോടും കേട്ടോ. മണ്ണിൽ ചെന്നുണ്ടെങ്കിലും വേരോടും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.